ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കമ്പ്യൂട്ടർ അസംബ്ലിംഗ് ഡെമോൺസ്ട്രേഷനും ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചുള്ള പൊതുവായ ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിയത്. ക്വാളിറ്റി കൺട്രോൾ പ്രതിപാദിച്ച അമീഡയാഗ്, QA+ തുടങ്ങിയ പ്രോഗ്രാമുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ക്വാളിറ്റി കൺട്രോൾ ഡെമോൺസ്ട്രേഷൻ നടത്തിയില്ല എന്നോ ഒരു ചർച്ച മെസ്സേജ് ബോക്സുകളിലും കമന്റ് ബോക്സുകളിലും ഒക്കെ വന്നിരുന്നു. ഇത് ഒരു ഇനിഷ്യൽ ചർച്ച മാത്രമാണ് നമ്മൾ നടത്തിയത്. തീർച്ചയായിട്ടും നമ്മുടെ ലാബ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമീഡയാഗോ QA+ പോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറും പിന്നീട് നമ്മൾ വിൻഡോസ് എൻവയറമെന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ സമയത്ത് വിൻഡോസ് ബേസ്ഡ് ആയ ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയറെ കുറിച്ചുള്ള പൊതുവായ ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കുറച്ച് ചർച്ചകൾ നടത്തിയ ശേഷം നമുക്ക് അത്തരം പ്രാക്ടിക്കൽ സെഷൻസിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ബയോസ് എന്ന വാക്കാണ്. നിങ്ങളുടെ മദർ ബോർഡിൽ നമ്മൾ ഈ വാക്ക് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് ബയോസ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് ബയോസ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും അസംബ്ലിങ്ങിന് ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ അടക്കമുള്ള ഹാർഡ് ഡിസ്ക് പ്രിപ്പറേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ അടക്കമുള്ള പ്രക്രിയകൾ ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർക്ക് ഫെമിലിയർ ആയ വാക്കാണ് ബയോസ് സെറ്റപ്പ്, CMOS സെറ്റപ്പ് തുടങ്ങിയ വാക്കുകൾ. എന്താണ് ഇത്തരം ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിന്റെ അടിസ്ഥാന കൺസെപ്റ്റുകൾ അറിയാമായിരിക്കും. എന്താണ് ബയോസ്? നമുക്ക് നോക്കാം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പ്രോഗ്രാം എന്നാണ് ബയോസിന്റെ പൂർണ്ണരൂപം. ഈ ബയോസ് എന്ന് പറയുന്ന ഒരു ഫേംവെയർ ആണ്. അപ്പൊ സ്വാഭാവികമായും എന്താണ് ഫേംവെയർ? നമ്മൾ മുമ്പ് എപ്പോഴും ചർച്ചയിൽ ഫേംവെയർ എന്ന വാക്ക് പറഞ്ഞിരുന്നു, ശരിയല്ലേ? നിങ്ങളുടെ ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും ഇടയ്ക്ക് എന്തോ ഒരു വാക്കായിട്ട് നമ്മൾ ഈ ഫേംവെയർ എന്ന വാക്ക് പറഞ്ഞു. അതെ, ഉറപ്പിച്ചു വെക്കപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് ഫേംവെയർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ മദർ ബോർഡിലോ മറ്റ് ഘടകഭാഗങ്ങളിലോ ഒരു റീഡ് ഓൺലി മെമ്മറി ചിപ്പിലേക്ക് എഴുതി ചേർക്കപ്പെട്ട സോഫ്റ്റ്വെയറുകളെ ഫേംവെയർ എന്ന് വിളിക്കും. എന്താണ് ഒരു കമ്പ്യൂട്ടറിൽ ഫേംവെയറിന്റെ പ്രസക്തി? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നിലനിൽക്കെ എന്താണ് ഫേംവെയറിന്റെ പ്രസക്തി? ഇപ്പൊ നമ്മൾ കോമൺ ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷനാലിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത്, ഹ്യൂമൻ ബോഡിയെ നമുക്ക് ഹാർഡ്വെയറായി ചിന്തിക്കാമെന്നും നമ്മളുടെ അറിവുകളെയും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെയും എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് വിചാരിക്കാവുന്ന ഒരു കമ്പാരിസൺ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ ആ ഒരു കമ്പാരിസണിലേക്ക് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് ഹാർഡ്വെയർ ആസ്പെക്ട് ആയിട്ട് ഹ്യൂമൻ ബോഡിയെ തന്നെ ചിന്തിച്ചാൽ നിങ്ങളുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെയും മെമ്മറി യൂണിറ്റിന്റെയും എല്ലാം ഫംഗ്ഷനാലിറ്റി റീപ്ലേസ് ചെയ്യുന്ന ഉപകരണം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. നിങ്ങളുടെ അറിവുകളെ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിട്ട് വിചാരിക്കാം. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ അറിയാമെന്നോ പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് നടക്കാൻ അറിയാമെന്നോ എനിക്ക് മലയാളം എന്ന ഭാഷ അറിയാമെന്നോ പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയി വിചാരിക്കാം. കാരണം അതിന്റെ കുറച്ചുകൂടെ എസെൻഷ്യലായ ഒരു ഭാഗമാണ്. എനിക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നതും എന്റെ മൊബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എസെൻഷ്യലായ ഒരു ഘടകഭാഗമാണ്. പക്ഷെ എന്റെ അഡീഷണൽ സ്കിൽസ് ഞാൻ പിന്നീട് അക്വയർ ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടത്തിയാൽ, നമ്മൾ പഴയൊരു പണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പഠിച്ചൊരു കൺസെപ്റ്റ് എടുത്താൽ, ഇതാണ് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ എങ്കിൽ ഈ ഹാർഡ്വെയറിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ലെയറാണ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറുകൾ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട്, ശരിയല്ലേ? സോഫ്റ്റ്വെയർസ് ഈസ് ഡിവൈഡ് ഇൻടു സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയാൻ ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിന് അതിന്റെ അടിസ്ഥാന പ്രവർത്തനം ചെയ്യാനുള്ള പ്രോഗ്രാം സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഡിവിഷൻ ഈസ് ബയോസ് ആൻഡ് OS. ബയോസ് ഒന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ രണ്ടായി തിരിക്കുക. അവിടെയാണ് അതിനകത്ത് കാര്യം. നിങ്ങളുടെ ബയോസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഫേംവെയർ ആണ് ഒരു കമ്പ്യൂട്ടറിന് കുറച്ചുകൂടെ എസെൻഷ്യൽ ആയുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും ഫണ്ടമെന്റൽ തലത്തിലുള്ള ഘടകഭാഗം ബയോസ് ആണ്. നേരത്തെ ഹ്യൂമൻ ബോഡി ലെവലിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അതിന്റെ ബയോസ് എവിടെയാണ് വരുന്നത്? കാരണം നമ്മൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശരീരം ഹാർഡ്വെയർ ആയിരുന്നു, നടക്കാൻ അറിയുന്നതും സംസാരിക്കാൻ അറിയാവുന്നതും സിസ്റ്റം സോഫ്റ്റ്വെയർ അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ശ്വസിക്കാൻ അറിയാമെങ്കിൽ, നിങ്ങളുടെ സെൽസ് ഓക്സിജൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫേംവെയർ ആണ്, ശരിയല്ലേ? നിങ്ങളുടെ അനുവാദം കൂടാതെ, നിങ്ങളുടെ ഇടപെടൽ കൂടാതെ നടക്കുന്ന കുറെ പ്രോഗ്രാമുകളാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള, നിങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള പ്രോഗ്രാമുകളാണിത്. അപ്പോൾ നമുക്ക് ഫേംവെയറിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഹാർട്ടിനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ബ്രെയിനിന്റെ ഫംഗ്ഷനാലിറ്റി പോലെയാണ്, നിങ്ങളുടെ സെൽസിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലെയാണ്. That's an essential piece of software required for the very basic functionality of your computer system. ഇതാണ് അടിസ്ഥാന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മദർ ബോർഡിൽ കാണുന്ന ബയോസ് എന്ന റീഡ് ഓൺലി മെമ്മറി ചിപ്പാണ് ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകഭാഗങ്ങളൊന്ന്. തീർച്ചയായിട്ടും പ്രോസസർ ബ്രെയിനാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല.
ഈ ബ്രെയിനിന് പ്രവർത്തിക്കണമെങ്കിൽ ബയോസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള കുറെ അടിസ്ഥാന ഫണ്ടമെന്റൽ പ്രോഗ്രാമുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ബയോസിന്റെ പ്രസക്തി മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു കോമൺ മെസ്സേജ് ഉണ്ട്: പ്രസ് del to enter setup, or press F1 to enter setup, or press F2 to enter setup. ഇതുപോലെ ഓരോ സിസ്റ്റങ്ങളിലും പലതരത്തിലുള്ള മെസ്സേജുകൾ കാണാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെറ്റപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, നമ്മൾ നോർമലി അതിനെ ബയോ സെറ്റപ്പ് എന്നോ സീമോസ് സെറ്റപ്പ് എന്നോ വിളിക്കപ്പെടുന്ന പ്രോഗ്രാമുകളാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ബൂട്ട് സീക്വൻസ് മാറ്റണമെങ്കിലും ടൈം ആൻഡ് ഡേറ്റിന്റെ ചേഞ്ചസ് വരുത്തണമെങ്കിലും ഹാർഡ് ഡിസ്കുകൾ പുതിയ ആഡ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പോകുന്ന ഒരു ഓപ്ഷൻ ഈ ബയോ സെറ്റപ്പ് അഥവാ സീമോസ് സെറ്റപ്പിലേക്കാണ്. ബയോ സെറ്റപ്പ് എന്ന് കൂടാതെ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞു അല്ലേ, ഇറ്റ് ഈസ് കോൾഡ് സീമോസ് സെറ്റപ്പ്. പലപ്പോഴും കമ്പ്യൂട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നതും സീമോസ് സെറ്റപ്പ് പ്രോഗ്രാം എന്നായിരിക്കും. എന്താണ് ഈ സീമോസ് സെറ്റപ്പ്? എന്തുകൊണ്ട് ബയോ സെറ്റപ്പുകളെ സീമോസ് സെറ്റപ്പ് എന്ന് വിളിക്കുന്നു? സീമോസ് എന്നത് ഒരു IC ഫാബ്രിക്കേഷൻ തരത്തിലുള്ള ഒരു സാങ്കേതിക വാക്കാണ്. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന വാക്കാണ്. നിങ്ങളുടെ IC ഫാബ്രിക്കേഷന്റെ ഏറ്റവും അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കായ ഇത്തരം വാക്കുകൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് അഥവാ സോഫ്റ്റ്വെയർസുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാണ് നിങ്ങളുടെ ബയോസ് പ്രോഗ്രാമിന്റെ സീമോസ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്? അതറിയണമെങ്കിൽ കുറച്ച് അടിസ്ഥാന തലത്തിലേക്ക്, കമ്പ്യൂട്ടിങ്ങിന്റെ അടിസ്ഥാന പഴയ സമയത്തേക്കും തിരിച്ചു പോകണം. തുടക്കകാലത്ത് വളരെ പഴയ ഒരു കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിൽ മദർ ബോർഡുകളും മൈക്രോ പ്രോസസറും അടക്കമുള്ള ഘടകഭാഗങ്ങളും നിർമ്മിച്ചിരുന്നത് TTL അഥവാ ട്രാൻസിസ്റ്റർ ലോജിക് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് പകരം വന്ന പുതിയ സാങ്കേതികവിദ്യയാണ് സീമോസ് അഥവാ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്താൽ സീമോസ് ടെക്നോളജിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിന്റെ കുറഞ്ഞ എനർജി കൺസംഷൻ ആണ്. അതിന്റെ ഊർജ്ജ ഉപയോഗം വളരെ കുറവാണെന്ന് അർത്ഥം. തുടക്ക കാലഘട്ടങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പോണൻസും TTL ബേസ്ഡ് ആയിരുന്നപ്പോൾ നിങ്ങളുടെ ബയോസ് പ്രോഗ്രാം എന്ന് വിളിച്ച ഈ ചിപ്പ് മാത്രം സീമോസ് ടെക്നോളജി നിർമ്മിച്ചു. സീമോസ് വളരെ വില കൂടിയ സാങ്കേതികതയായിരുന്നു ആ സമയത്ത്. എങ്കിൽ പോലും ബയോസ് ചിപ്പ് മാത്രം സീമോസ് സാങ്കേതികവിദ്യ നിർമ്മിക്കുകയുണ്ടായി. അതിന് പല കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും കരുതുന്ന പോലെ ബയോസ് റോം എന്ന് വിളിക്കപ്പെടുന്ന ഈ ചിപ്പ് പൂർണ്ണമായും റോം അല്ല. അതിൽ വളരെ കുറഞ്ഞ അളവിൽ ഒരു റാം കമ്പോണന്റ് ഉണ്ട്. ഈ റാം കമ്പോണന്റ് നമുക്ക് ആവശ്യം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സെറ്റപ്പ് പ്രോഗ്രാമിനകത്ത് തന്നെ നിങ്ങൾക്ക് വേരിയബിൾ ആയ പല പാരാമീറ്റേഴ്സും ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സീരിയൽ ഡ്രൈവ് ഉണ്ടായിരിക്കാം, അടുത്ത സമയം സീരിയൽ ഡ്രൈവ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ബയോസ് പാസ്വേഡ് നമുക്ക് മാറ്റാൻ പറ്റണം. ടൈം ആൻഡ് ഡേറ്റ്, സ്വാഭാവികമായും ടൈമും ഡേറ്റും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ റോം ചിപ്പ് മാത്രം പോരാ, ഒരല്പം റാം കൂടെ വേണമെന്നർത്ഥം. റാമിനൊരു ചെറിയ കുഴപ്പമുണ്ടല്ലേ, വൈദ്യുതി നഷ്ടമായി കഴിഞ്ഞാൽ റാമിലെ കണ്ടന്റ്സ് ഇല്ലാതാവും. നമുക്ക് ആ പ്രതിഭാസത്തെ വോളറ്റിലിറ്റി എന്നാ പറയാ. വി വിൽ നോർമലി സേ റാം ഇസ് എ വോളറ്റൈൽ മെമ്മറി. അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ അതിനകത്തെ കണ്ടന്റ്സ് ആവിയായി പോകുന്ന അർത്ഥത്തിലാണ് നമ്മൾ വോളറ്റൈൽ എന്ന വാക്ക് ഉപയോഗിക്കുക. എനിവേ റാം കണ്ടന്റ്സ് നഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു ചെറിയൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട്, മദർ ബോർഡിൽ ചെറിയൊരു ബാറ്ററി വെച്ചിട്ട് ആ ബാറ്ററി ഉപയോഗിച്ച് ഈ റാം കണ്ടന്റ്സിനെ പിടിച്ചു നിർത്തേണ്ടി വരും. റാം കണ്ടന്റ്സിനെ എത്ര സമയം പിടിച്ചു നിർത്താൻ ഈ ബാറ്ററിക്ക് പറ്റുമെന്നുള്ളത് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ICയുടെ ഊർജ്ജ ഉപയോഗം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. TTL സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ബയോസ് ചിപ്പ് നിർമ്മിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് വലിയൊരു ബാറ്ററി പാക്ക് വെക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ ചെലവൽപ്പം കൂടുതലാണെങ്കിലും ആ കാലഘട്ടത്തിലെ മികച്ച സാങ്കേതികവിദ്യയായ സീമോസ് ടെക്നോളജി ബയോസിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടു. സീമോസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരേ ഒരു ചിപ്പ് അതായിരുന്നുകൊണ്ട് അതിലുള്ള സോഫ്റ്റ്വെയറുകളെ നമ്മൾ സീമോസ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ സീമോസ് സെറ്റപ്പ് എന്ന വാക്ക് ഇപ്പോഴും പ്രചാരത്തിലുള്ളത്. ഇപ്പൊ സാങ്കേതികമായിട്ട് ആ വാക്കിന് ഒരു അർത്ഥവുമില്ല. കാരണം നിങ്ങളുടെ മൈക്രോ പ്രോസസർ അടക്കം മദർ ബോർഡിൽ മറ്റെല്ലാ ഘടകഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് സീമോസ് ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ നമ്മളിനി സീമോസ് സെറ്റപ്പ് എന്ന് വിളിക്കുമ്പോൾ ഓർക്കുക, ടെക്നിക്കൽ ഭാഷയിൽ അത് ബയോസ് സെറ്റപ്പ് ആണ്. സീമോസ് എന്ന വാക്കിന്റെ പ്രസക്തി ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട് കഴിയുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ബയോസിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ. ഇനി നമുക്ക് ബയോസിലെ ആ റോം പോർഷനെ കുറിച്ച് നോക്കാം. തുടക്കത്തില് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു സാഹചര്യത്തിൽ റീറൈറ്റ് ചെയ്യാൻ പറ്റാത്ത റോം ചിപ്പുകളായിരുന്നു അത്. പിന്നീട് കാലാകാലങ്ങളിൽ ഈ ബയോസ് പ്രോഗ്രാമിൽ അതിനാവശ്യമായ ചേഞ്ചസ് വരുത്തണമെന്ന് ഇൻഡസ്ട്രിക്ക് തോന്നിയ സമയത്ത് നമ്മൾ UV പ്രോം എന്നറിയപ്പെടുന്ന അൾട്രാ വയലറ്റ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന സാങ്കേതികവിദ്യയിലേക്ക് മാറി. അതായത് വേണമെങ്കിൽ ഈ കണ്ടന്റ്സിനെ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ഇതിന്റെ കണ്ടന്റ്സ് നശിപ്പിച്ച് കളയാം, പുതിയതായി അതിനകത്ത് വിവരങ്ങൾ റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിച്ചിരുന്നു റോം ചിപ്പുകൾക്ക് വേണ്ടി. തുടർന്ന് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അഥവാ E² പ്രോം എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യയിലേക്ക് നമ്മൾ മാറി. നമ്മൾ റോം പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഉപകരണത്തിലേക്ക് ഈ ചിപ്പ് എടുത്ത് പിടിപ്പിച്ച ശേഷം അതിനകത്ത് റീപ്രോഗ്രാം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു.
ഇതൊന്നും കസ്റ്റമർക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാങ്കേതിക വിദ്യയാണ്. ഒരു കസ്റ്റമർക്ക് അയാളുടെ ബയോസ് പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയ കാര്യങ്ങളായിരുന്നില്ല ഇത്. പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ 90കളുടെ അവസാനം ഇന്റൽ എന്ന കമ്പനി നോർമൽ വോൾട്ടേജിൽ റീപ്രോഗ്രാം ചെയ്യാവുന്ന ബയോസ് ചിപ്പുകൾ പുറത്തിറക്കി. നോർമൽ വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് മദർ ബോർഡിൽ തന്നെയുള്ള വോൾട്ടേജ് ലെവലുകൾ ഉപയോഗിച്ച് തന്നെ, ഹൈ വോൾട്ടേജുകളൊന്നും ഇല്ലാതെ മദർ ബോർഡിൽ തന്നെയുള്ള നോർമൽ വോൾട്ടേജിൽ തന്നെ റീപ്രോഗ്രാം ചെയ്യാവുന്ന ബയോസ് ചിപ്പുകൾ പുറത്തിറക്കി. ഇന്റൽ അതിന് പ്രൊപ്പറേറ്ററി വാക്ക് ഉപയോഗിച്ചു, ഫ്ലാഷ് മെമ്മറി എന്ന വാക്ക് ഉപയോഗിച്ചു. ഫ്ലാഷ് എന്നത് ഇപ്പോഴും ഇന്റലിന്റെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്കുകളിൽ ഒന്നാണെന്നൂടെ അറിയാം. നമ്മൾ പലപ്പോഴും ഫ്ലാഷ് മെമ്മറി എന്ന വാക്ക് പൊതുവായ ഒരു ടെർമിനോളജി ആയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇന്റൽ എന്ന കമ്പനിയുടെ ഒരു ട്രേഡ് മാർക്ക് വാക്കാണ് ഫ്ലാഷ് എന്നത്. അപ്പൊ ഇന്റൽ ഫ്ലാഷ് റോം അഥവാ ഫ്ലാഷ് ബയോസ് എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടുകൂടി ഇതിന്റെ കണ്ടന്റ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബയോസ് പ്രോഗ്രാമുകളുടെ കണ്ടന്റ്സ് പലരും കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കസ്റ്റമർക്ക് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്ട്, ഈ കസ്റ്റമർ ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്കുകയും ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് പണി വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് പലപ്പോഴും. ആസ് എ ഹാർഡ്വെയർ പ്രൊഫഷണൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അഡീഷണൽ ആയിട്ട് കസ്റ്റമർ എന്തെങ്കിലും ചെയ്ത് നശിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് കിട്ടുന്ന കാര്യമല്ലേ. എന്തായാലും ഈ ബയോസ് സെറ്റപ്പിനെ കുറിച്ചുള്ള കുറച്ച് വിശദമായ സെഷനുകളിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ ബയോസിൽ കയറുകയും ബയോസിൽ കാണുന്ന വേരിയസ് പാരാമീറ്റേഴ്സ്, സാങ്കേതികമായി ഒരു ബയോസ് സെറ്റപ്പിൽ കാണുന്ന എല്ലാ ഓപ്ഷനുകളുടെയും വിശദീകരണം ഒരു അടിസ്ഥാന ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് എളുപ്പമല്ല. എങ്കിൽ പോലും പരമാവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. തുടർന്ന് കാണുന്ന അഡ്വാൻസ്ഡ് കൺസെപ്റ്റുകളെ നമ്മുടെ അഡ്വാൻസ്ഡ് ഡിസ്കഷൻ സെഷൻസ് വരുന്ന ക്രമത്തിൽ നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ബയോസിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ. നമുക്ക് ലാബ് സെഷന്റെ ഭാഗമായിട്ട് ബയോസിനെ കൂടുതൽ കാണാം.